ഏത്തപ്പഴം കൊണ്ടേ 4 വ്യത്യസ്ത രുചികളിലുള്ള എരിവും മധുരവും ഒക്കെയുള്ള നല്ല കിടിലൻ സ്നാക്സ് ഉണ്ടാക്കിയെടുത്താലോ. ഈ 4 തരം സ്നാക്സും നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി ഇത് തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്തിട്ടുള്ള ഏത്തപ്പഴമാണ്. ഇനി ഇത് രണ്ടായി മുറിച്ചതിന് ശേഷം ഇതുപോലെ നീളത്തിൽ ചെറിയ സ്റ്റിക്ക് പോലെ കട്ട് ചെയ്ത് വെക്കണം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കാനുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/4 കപ്പോളം മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് അരിപ്പൊടിയും കോൺഫ്ലോറും മിക്സ് ചെയ്തും ചെയ്യാം കേട്ടോ. നമ്മൾ റവയ്ക്ക് പകരം കോൺഫ്ലോറും മൈദയ്ക്ക് പകരം അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/4 കപ്പോളം റവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഏത്തപ്പഴമൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ മധുരം ഉപയോഗിച്ചിട്ടല്ലേ ചെയ്യാറ്. ഇതിപ്പോൾ നല്ല സ്പൈസി ആയിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം മുളക് പൊടിയും. ഇനി ഇതിലേക്കൊരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അത്യാവശ്യം നല്ലൊരു സ്പൈസി ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് അല്പം ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 1 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ആണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അല്പം വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് അല്പം തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇതിൽ റവ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അങ്ങ് വെള്ളം പിടിച്ചെടുക്കും. അതുകൊണ്ട് നമുക്കൊരല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ദോശമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ഒരു ബാറ്ററായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഇവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഏത്തപ്പഴവും ഈ ഒരു ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്ത് ശേഷം പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള കോൺഫ്ലേക്സിലേക്ക് ഒന്ന് മുക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് പൊടിച്ചെടുത്താൽ മതി. കോൺഫ്ലേക്സിന് പകരം നമുക്ക് ബ്രെഡ് ക്രംസ് ഉപയോഗിക്കാം. ഈ ഒരു കോൺഫ്ലേക്സ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു കോൺഫ്ലേക്സ് ചേർക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്തിട്ടുള്ളത്. ഇനി ഈ ഏത്തപ്പഴം എല്ലാം തന്നെ നമുക്ക് ഈ ഒരു ബാറ്ററിൽ മുക്കിയ ശേഷം കോൺഫ്ലേക്സിൽ പൊതിഞ്ഞ് നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ എല്ലാം അങ്ങനെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എയർ ഫ്രയറിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഓവനിലോ വെച്ചിട്ടും നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. കോൺഫ്ലെക്സ് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും. അതുകൊണ്ട് തന്നെ ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ലോ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യണം. ഇതിപ്പോൾ ഒരു വശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. നല്ല എരിവും മധുരവും ഒക്കെ ഉള്ളൊരു വ്യത്യസ്ത രുചിയിലുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ. എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചതിന് ശേഷം 1 കപ്പ് തേങ്ങയും 1/4 കപ്പോളം പഞ്ചസാരയും 4-5 ഏലക്ക പൊട്ടിച്ചതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു പഞ്ചസാര ഉണ്ടല്ലോ, അതൊന്ന് മെൽറ്റായി വരുന്നത് വരെ മാത്രം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിലെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഈ ഒരു പാത്രത്തിൽ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങ നന്നായിട്ട് അങ്ങ് മൂത്ത് പോവും. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാനിവിടെ 2 ഏത്തപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു തൊലിയോടുകൂടി തന്നെ ഇതിൻ്റെ ഒരു മധ്യഭാഗം നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ. ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ ഏത്തപ്പഴം പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തൊലിയോടുകൂടി തന്നെ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിങ്ങനെ പതുക്കെ ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കൊരു സ്പൂൺ കൊണ്ട് നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങാ മിശ്രിതം ഉണ്ടല്ലോ, അതൊന്ന് നന്നായിട്ട് നിറച്ച് വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം. ഇതിപ്പോൾ രണ്ടും ഞാൻ അങ്ങനെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂണോളം നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്കൊന്ന് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് അല്പം പഞ്ചസാര കൂടി ഒന്ന് വിതറി കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് മൊരിഞ്ഞ് കിട്ടും. ഇതിനെ പൊട്ടിപ്പോവാതെ 2 സൈഡും ഒന്ന് തിരിച്ചും മറിച്ചു വിട്ട് ഒന്ന് മൊരിയിച്ചെടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റെസിപ്പി എന്താണെന്ന് നോക്കാം. ഇതൊരു സ്വീറ്റ് ബനാന റോളാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ 2 ഏത്തപ്പഴം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ 2 ഏത്തപ്പഴം ഇതുപോലെ നീളത്തിൽ 6 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് അല്പം നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഏത്തപ്പഴം ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം.
ഇനി ഇതിന് മുകളിലായിട്ട് അല്പം പഞ്ചസാര കൂടി ഒന്ന് വിതറിയിട്ട് കൊടുക്കാം. ശേഷം ഇതൊരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ട് അടുത്ത വശവും ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഫ്ലെയിം മീഡിയം ടു ലോ ആയിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. ഇനി നമ്മുടെ ഈ റോള് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പോളം മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പഞ്ചസാര, ഒരു മുട്ട, പാകത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ പാലാടയൊക്കെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ബാറ്ററില്ലേ, അതിനേക്കാളും ഒരല്പവും കൂടെ കട്ടിയായിട്ടുള്ളൊരു ബാറ്ററായിട്ട് വേണം കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരല്പം നെയ്യോ എണ്ണയോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ആ ഒരു ബാറ്ററിൽ നിന്നും ഒരു 2-3 സ്പൂണൊന്ന് കോരി ഒഴിച്ച് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അല്പം കട്ടിയായിട്ട് തന്നെ പരത്തിയെടുക്കണം. ഒരുപാട് അങ്ങ് തിന്നായി പോയി കഴിഞ്ഞാൽ നമ്മളിത് റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കിത് കറക്റ്റ് റോൾ ചെയ്തെടുക്കാൻ പറ്റില്ല. ഒരു വശം ഒന്ന് റെഡിയായി വന്നപ്പോഴേക്കും അതിന് മുകളിലായിട്ട് ഒരല്പം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ മൊരിയിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഏത്തപ്പഴം ഓരോന്നായിട്ട് റോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് അല്പം ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിന് പൊട്ടിപ്പോവാത്ത രീതിയിൽ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതിപ്പോൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. റോൾ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ രണ്ടും ഇതുപോലെ തന്നെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിന് മുകളിലായിട്ടും ഞാൻ അല്പം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതും വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. വളരെ നല്ലൊരു ടേസ്റ്റുമാണ്. ഇനി നമുക്ക് അടുത്ത ഐറ്റം എന്താണെന്ന് നോക്കാം. നിങ്ങൾക്കിതിൽ ഏത് ഐറ്റമാണ് ഇഷ്ടമായിട്ടുള്ളതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഒരു ബൗളിലേക്ക് 2 ഏത്തപ്പഴം നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം ഡെസിക്കേറ്റഡ് കോക്കനട്ടും എടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഏത്തപ്പഴം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പോളം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് സോഫ്റ്റായിട്ട് കിട്ടും. ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇതങ്ങ് കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം തേങ്ങ ചേർക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 4-5 ഏലക്ക കൂടെ പൊട്ടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് ഉടച്ചെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അല്പം പാല് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പോളം പാല് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പാല് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് അല്പം റവ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം റവ ചേർത്ത് കൊടുത്താൽ മതിയാവും. റവ എടുക്കുമ്പോൾ വറുത്ത റവ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം നെയ്യിലൊന്ന് റവ വറുത്തെടുത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം റവയൊന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. റവ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും അല്പം വീതം എടുത്ത് നമുക്ക് ഓരോ ബോൾസ് ആയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇനി അല്പം നെയ്യ് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഓരോ ബോൾസും ഇതിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് പെട്ടെന്ന് തന്നെ ഇരുവശവും ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇത് എണ്ണയിൽ മുക്കി പൊരിച്ചെടുത്താലും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഞാനിപ്പോൾ നെയ്യിലിങ്ങനെ ജസ്റ്റ് മൊരിയിച്ചെടുത്തേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്താലും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിതിന് മുകളിലായിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് അല്പം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ വീഡിയോയിൽ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഇതിൽ ഏത്തപ്പഴം കൊണ്ടുള്ള ഏത് വിഭവമാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെന്നൊന്ന് കമൻറ്റ് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ മൈ ചാനൽ.